ഹായ് ഹലോ കുറേ നാളുകൊണ്ട് മേടിച്ച് വെച്ചേക്കുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാനിത് മേടിച്ചത് പരാഗീതാണ്. കുറേ നാളുകൊണ്ട് ഇരിക്കുവാണ്, പക്ഷേ തച്ച് തന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി വരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട് അടുത്തിടെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് തയ്പ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നും പൊടി തട്ടി എടുത്തേക്കുവാണ്. ഇത് വന്നിട്ട് ഷോളിന് ഞാൻ മുറിച്ച് മേടിച്ചത് 250 രൂപയും കണ്ടാണ് പെർ മീറ്ററിന്. അതിന് 2.5 മേടിച്ചിട്ടുണ്ട്. ഇതിന് 300 രൂപയാണ് ഒരു മീറ്ററിന് വരുന്നത്. അങ്ങനെ അതിന് 5 മീറ്റർ മേടിച്ചിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്ന സ്കേർട്ടും ടോപ്പും ബ്ലൗസും ഇതടിച്ചിട്ട് അതിന് ഷോളാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതെല്ലാം കൂടിയിട്ട് ഏകദേശം 2000 രൂപയോളം ആയി. പക്ഷേ തയ്യക്കൂലി കൊടുക്കേണ്ടാത്തത് കൊണ്ട്, വീട്ടിലൊരു തയ്യക്കാരി ഉള്ളതുകൊണ്ട് തയ്യക്കൂലി കൊടുക്കണ്ട. അങ്ങനെ ഇപ്പോൾ പൊടി തട്ടി എടുത്ത് അമ്മയെ കൊണ്ട് തയ്പ്പിക്കാൻ പോവുകയാണ്. അമ്മയ്ക്ക് ആദ്യം ഇവിടെ ഇട്ടിട്ടാണ് തയ്ക്കാൻ പോയത്. നമ്മുടെ അടുക്കളയാണ് കേട്ടോ, പക്ഷേ ഈ അടുക്കള യൂസ് ചെയ്യാറില്ല. മേലിട്ട് വെട്ടിയിട്ട് ശരിയാവാത്തത് കൊണ്ട് പിന്നെ അതിനെ എടുത്തുകൊണ്ടൊന്ന് തറയിട്ടിട്ട് വെട്ടുവാണ്. ഇതാണ് അമ്മയ്ക്ക് ഏതം കേട്ടോ, തറയിട്ട് വെട്ടുന്നതാണ്. നല്ല നീളമുള്ളത് കൊണ്ട് അതാണ് ഏതം. അത് കഴിഞ്ഞിട്ട് അമ്മ തയ്ക്കാൻ വേണ്ടിയിട്ട്, ഇത് പഴയ മെഷീനാണ്, വീട്ടിലൊരു പഴയ മെഷീനാണ് കിടക്കുന്നത്. അമ്മയുടെ നല്ല മെഷീൻ കടയിലാണ് കിടക്കുന്നത് കേട്ടോ. അങ്ങനെ ആ ഒരു പഴയ മെഷീനിലൊക്കെ ഇരുന്നിട്ട് തയ്ക്കുവാണ്. അമ്മ തലയിൽ ഡൈ അടിച്ചേക്കുവാണ് കേട്ടോ, അതാണ് അങ്ങനെ ഇരിക്കുന്നത്. അങ്ങനെ അമ്മ വളരെ കഷ്ടപ്പെട്ട് തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കേർട്ടാണ് ആദ്യം തയ്ക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. പക്ഷേ സ്കേർട്ടിൻ്റെ അല്ല, ബ്ലൗസിനും സ്കേർട്ടിനും ഈ കല്ലൊക്കെ വരുന്നതുകൊണ്ട് അത് ഇളക്കി കളഞ്ഞാലേ തയ്ക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എന്നെ ചീത്തയൊക്കെ വിളിച്ചുകൊണ്ടാണ് തയ്ക്കുന്നത്. ഇങ്ങനത്തെ തുണിയൊക്കെ എടുത്തുകൊണ്ട് വന്നെന്നും പറഞ്ഞിട്ട് എന്നെ വല്ലാണ്ട് ചീത്ത വിളിച്ചിട്ടാണ് തയ്ച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരുവിധം അവസാനം തച്ചൊക്കെ എടുത്ത് അത് അടുത്ത വീഡിയോ കാണിക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.